ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഇന്ന്. ഫുൾ ഡേ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം കുറച്ച് തിരക്കാണ്. നമ്മൾ തിരിച്ച് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ നിങ്ങളെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാവേ. ഞങ്ങളൊരു 4:15 ആയപ്പോഴത്തേക്ക് ലാൻഡ് ചെയ്തു. 5:15 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ. പിന്നെ കിടന്ന് ഉറങ്ങി. ഒരു 9:30 ആയപ്പോഴത്തേക്ക് എണീറ്റു. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1 മണിയായി കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ചോറൊക്കെ വെക്കുന്നത്. അപ്പോഴത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഞാൻ അടുക്കിപ്പെറുക്കി വൃത്തിയാക്കിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല മോനോടല്ല, ദാണ്ടേ സാധനങ്ങളൊക്കെ ഇതാ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എടുത്തിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ഇങ്ങനെ അലമ്പായിട്ടിരിക്കുക കേട്ടോ. നാട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കുറേയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ആദിക്കുട്ടൻ്റെ വകയെല്ലാം നിരത്തി ഇവിടെ. ആദിക്കുട്ടൻ എവിടെ? എന്തെടുക്കുവാ? ആദിക്കുട്ടൻ മാഗി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളിന് ശേഷം മാഗി കഴിക്കുകയാണ്. ഞാനിവിടെ ആദ്യം തന്നെ വിളക്ക് കത്തിക്കുന്നതിനകത്ത് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നേ. അപ്പം അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച്. ഡീറ്റെയിൽ ആയിട്ടൊക്കെയുള്ള വീഡിയോസ് പിന്നെ വരുന്നതായിരിക്കും. എല്ലാം വെച്ചു കണ്ടോ. പുതിയ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന് എല്ലാം വെച്ചു. എൻ്റെ ചെടികളെല്ലാം ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ നിൽക്കുന്നു. ഇനി എന്തൊക്കെ ചീത്തയായി പോയെന്നൊക്കെ വിശദമായിട്ടൊക്കെ നോക്കണം. എൻ്റെ ചെടികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കുറച്ച് പുതിയ ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് കാണാം. എൻ്റെ ഈ പ്രാവശ്യം കൊണ്ടുവന്ന ചെടിയാട്ടോ. ഇതെല്ലാം ചെടികളൊക്കെ റെഡിയാക്കിക്കൊണ്ട് വെച്ചേക്കുന്നു. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടുമാങ്ങ അച്ചാറ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുരുമുളക്, പുതിയൊരു ഗാസ്കറ്റ് കൊണ്ടുവന്നു കുക്കറിന് വേണ്ടിയിട്ട്. എൻ്റെ ഒരു കുക്കറാണെങ്കിൽ ബട്ടർഫ്ലൈയുടെ ഒരു കുക്കറാണെങ്കിൽ ഞാനങ്ങ് വേണ്ട, എനിക്ക് കളഞ്ഞേക്കാന്ന് വെച്ച് മാറ്റി വെച്ചേക്കാറ് ഈ ഒരു കുക്കറെ. അപ്പോൾ ഞാൻ പുതിയ കുക്കർ വാങ്ങിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണെങ്കിൽ ചേട്ടൻ എന്നെ ഓർമ്മിപ്പിച്ചേടി ഇതിനൊരു ഗാസ്കറ്റ് കൂടെ വാങ്ങിക്കാൻ. എന്തായാലും ഭാഗ്യത്തിന് പെട്ടെന്ന് ഓർമ്മിപ്പിച്ചതുകൊണ്ട് വാങ്ങിച്ചു. കടയിലുണ്ടായിരുന്നു, വാങ്ങിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഈ കുക്കർ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ എനിക്കിപ്പം 3 കുക്കറായി. ഞാൻ ഒരു കുക്കർ ഫാനാണ് കേട്ടോ. എനിക്ക് കുക്കർ വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 5 ലിറ്ററിൻ്റെ 2 കുക്കറുണ്ട്. പിന്നെ ഇപ്പം 3 ലിറ്ററിൻ്റെ പുതിയൊരു കുക്കറൂടെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചേന, അത്യാവശ്യം വലിപ്പമുള്ള ചേന കേട്ടോ, വലിയ ചേനയാണ്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക വരട്ടിയത്, പിന്നെ മഞ്ഞപ്പൊടി കുറച്ച് കൂടുതലായി, ഇത്ര ആവശ്യമില്ലായിരുന്നു. ഇത് എക്സ്ട്രാ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇതെല്ലാം ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇതാണ് ഇപ്പോൾ ചേട്ടൻ കൊണ്ടുവന്ന അലുവ, ചക്ക വരട്ടി. ഇതും അലുവയാണ്, പുള്ളി തീർത്തിട്ടില്ല കേട്ടോ. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പില, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ചമുളക്, ഇത് പച്ചക്കാന്താരി, ഇതൊരു കുമ്പളങ്ങ. ഇങ്ങനെയാണ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കണം. സ്റ്റോക്കാണ് സ്റ്റോക്കാട്ടോ. അങ്ങനെ കുറച്ച് തുണിയെല്ലാം ഉള്ളത് കഴുകാനെല്ലാം ഇട്ടു. ഒന്ന് പെട്ടെന്ന് നീറ്റാക്കി അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്നും വൃത്തിയാക്കിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കി.
നമുക്ക് നടക്കാൻ നിൽക്കാവുന്ന രീതിയിലൊക്കെ ഒന്ന് ഒതുക്കി അതിന് ശേഷം ചെറിയൊരു കുന്തിരിക്കം കത്തിച്ച് അടുക്കളയിൽ വെച്ചു കേട്ടോ. എനിക്ക് അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ഓവറായി കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടും. ചെറുതായിട്ട് ലൈറ്റായിട്ട് ഞാൻ കത്തിച്ച് ഒരെണ്ണമൊക്കെ വെക്കാറുണ്ട് കേട്ടോ. മിക്കവാറും അടുക്കളയിലാണ് വെക്കാറുള്ളത്. അതിന് ശേഷം ആദ്യക്കുട്ടിന് ചോറ് കൊടുത്തു. അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ. അതിനുശേഷം പിന്നെ ഞാൻ ഇച്ചിരി ചോറ് കഴിച്ചു. കടുമാങ്ങയും ഓംലെറ്റും ചമ്മന്തിയും കൂട്ടി ചെറുതായിട്ടൊന്ന് ചോറ് കഴിച്ചു കേട്ടോ. പിന്നെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുക്കറാണ് കേട്ടോ. 3 ലിറ്ററിൻ്റെ ഒരു ഹോക്കിങ്സിൻ്റെ കുക്കറാണ്. എനിക്ക് കുക്കറുകളിൽ ഏറ്റവും ഇഷ്ടം ഹോക്കിങ്സിൻ്റെ കുക്കറാണ്. കാരണം ഏറ്റവും ലൈഫുള്ള സാധനം ഹോക്കിങ്സിൻ്റെ കുക്കറിനാണ്. നല്ല വിലയാണെങ്കിലും പക്ഷേ ആ പ്രൈസിന് അത് വർത്താണ്. വൺസ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ എത്ര വർഷം വേണമെങ്കിലും നിന്നോളൂ ഹോക്കിങ്സ്. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഒരു കോംപ്രമൈസും ചെയ്തില്ല. ഒരു 3 ലിറ്ററിൻ്റെ കുക്കർ വാങ്ങിച്ചു. 2 ലിറ്ററോടെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി കുറച്ച് ദിവസമായി. എനിക്കിത് മതി. ഇനി 2 ലിറ്ററിൻ്റെ ആവശ്യമില്ല. അങ്ങനത്തെ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇത് കണ്ടു, ഒരു ടൈപ്പ് ബ്രഷാണ്. ഇത് ഞാൻ എവിടെയോ കണ്ടിട്ട് വാങ്ങിച്ചതാണ് ആമസോണിൽ നിന്ന്, നാട്ടിൽ നിന്ന്. അടിപൊളി ബ്രഷാട്ടോ, ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് ഈ ചെറിയ ചെറിയ ഈ സ്പേസുകൾ, ഈ പൈപ്പിൻ്റെയൊക്കെ ഇടഭാഗം, ടൈലിൻ്റെ ഇടഭാഗമൊക്കെ കഴുകാനൊക്കെ അടിപൊളിയാട്ടോ. ചെരുപ്പിൻ്റെയൊക്കെ സൈഡും ഒക്കെ കഴുകാൻ നല്ല സൂപ്പർ ബ്രഷാട്ടോ അത്. അങ്ങനെ രാത്രിയായി. നമ്മൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അത് ആദ്യക്കൂട്ടിന് ഞാൻ വരുന്നതിന് മുമ്പേ കഴിക്കുന്ന വീഡിയോ ആട്ടോ. ഞാൻ വന്ന് അവൻ കട്ട് കഴിക്കുന്ന വീഡിയോ എടുത്ത കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിത് ഉറങ്ങാൻ വേണ്ടി പോകണം. അതിന് മുമ്പായിട്ട് ഡിന്നറെല്ലാം കഴിക്കുകയാണ്. ബുഖാരി റൈസും പിന്നെ നമ്മുടെ ചാർക്കോൾ ചിക്കനുമായിരുന്നു ഇന്നത്തെ ഡിന്നർ. അപ്പോൾ അത്രയൊക്കെയുള്ളൊരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ നമുക്ക് കാണാം. അതുവരെ എല്ലാവരും ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ബൈ. അത് കുഴപ്പമില്ല, നല്ലത്. ക്യാരറ്റ് അത് നല്ല ആവശ്യം